PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധവുമായി കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി മതസൗഹാർദ്ദത്തിനെതിരാണ് എന്നാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടന KNMന്റെ വാദം. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ സമാന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് എത്തിയിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, ഈ PM ശ്രീ നടപ്പിലാക്കുമോ എന്നുള്ള വലിയ വെപ്രാളത്തിലാണ് ഈ മുസ്ലിം സംഘടനകൾ. ഇപ്പോൾ പുതിയ ഒരു സംഘടന കൂടി ഉദയം ചെയ്തിരിക്കുന്നു ഈ വാദം ഉന്നയിച്ചുകൊണ്ട്. ജമാഅത്തെയൊക്കെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്താണ് സതീശൻ സർക്കാരിന് ഇവരെയൊക്കെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അനഘ? രാഖി, അശ്വതി, നാൾക്ക് നാൾ PM ശ്രീ പദ്ധതിക്കെതിരെ ചില മുസ്ലിം സംഘടനകൾ ആദ്യം വന്നു. ജമാഅത്ത് ഇസ്ലാമി വന്നു, ഇസ്ലാമിക മതപണ്ഡിത സഭയായ സമസ്ത വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KNM എന്ന് പറയുന്ന മുജാഹിദ് സംഘടനയായിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടന തന്നെ രംഗത്ത് വരുന്നത്. ഈ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോൾ ഈ പദ്ധതി PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. ഇത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഈ പദ്ധതി PM ശ്രീ പോലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്ന് പറയുമ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത് PM ശ്രീ പദ്ധതി അത് മതസൗഹാർദ്ദത്തിന് എതിരാണ് എന്നൊക്കെയാണ്. അതായത് ഈ രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങൾ, അതും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീ പദ്ധതി ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പദ്ധതി, ഇത്രയധികം സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ ഒരു പദ്ധതി എങ്ങനെയാണ് മതസൗഹാർദ്ദത്തിന് എതിരാവുക എന്നുള്ള ചോദ്യമാണ് BJP അടക്കം ഇത്തരം സംഘടനകളോട് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ പദ്ധതി ഏതെങ്കിലും തരത്തിൽ VD സതീശന്റെ സർക്കാർ അത് നടപ്പിലാക്കുകയാണെങ്കിൽ ശക്തമായ സമരം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇത്തരം സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സംഘടനകൾ ഇത്തരത്തിൽ എന്തുകൊണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട സംഘടന മാത്രം PM ശ്രീ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾ, അവർക്കുള്ള സംഘടനകളൊന്നും തന്നെ ഇത്തരത്തിൽ ഈ PM ശ്രീ പദ്ധതിക്കെതിരെയോ അല്ലെങ്കിൽ എതിർത്തുകൊണ്ടോ രംഗത്ത് വരാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ചില സംഘടനകൾ മാത്രം, അതും മതത്തിന്റെ കാര്യം മാത്രം നോക്കുന്ന ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്ത പോലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുത് എന്നിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ രംഗത്തെ വലിയ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾ വീണ്ടും രംഗത്ത് വരികയാണ്. മുസ്ലിം സംഘടനകൾ രംഗത്ത് വരികയാണ് PM ശ്രീ പദ്ധതിക്കെതിരെ എന്നുള്ളതാണ്. അശ്വതി, രാഖി, അത് തന്നെയാണ് അനഘ. എന്തായാലും വളരെ വ്യക്തമാണ്. അതായത് ഇതിനൊക്കെ ഒരു കാരണം, അതായത് ഒരു പദ്ധതിയെ, കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കാനായി അവർ പറയുന്ന വാദമാണ് ബാലിശു, അല്ലേ? അതായത് മതസൗഹാർദ്ദത്തിനെതിരാണ് എന്നുള്ളത്. എന്തായാലും നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ച് തുലാസിലാടിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആസൂത്രിത നീക്കങ്ങൾ നടത്തുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിരളി പിടിക്കുന്ന നീക്കങ്ങൾ എന്നുള്ളത് കൂടി ചേർത്ത് പറയണം. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.